എന്താടാ? ഡോക്ടറെ, നിങ്ങൾ ദേവിയെ കണ്ടായിരുന്നോ? ഇല്ല. എന്തേ? ചേച്ചിയെ കാണുന്നില്ലേ? എടാ കുറേ നേരമായിട്ട് വിളിക്കുന്നു, കാണുന്നുമില്ല എവിടെയും. എടാ നിന്റെ അടുത്തൊന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ലടാ. ഇവിടെ ഉണ്ടാവും, അവൻ കുറച്ച് കഴിയുമ്പോൾ വരും. വലിയ സീനൊന്നും ഉണ്ടാവത്തില്ല, നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. അതിന് ഒരു ചായ ഇട്ട് തരൂ. പാലൊന്നും ഇല്ല. ഗ്രോസറി വല്ലതും വാങ്ങിച്ചോ? ഇല്ലല്ലോ. അല്ലേ കട്ടൻ ചായാലും മതി, എന്തേലും ആവട്ടെ. എടാ, നിങ്ങൾ ആരെങ്കിലും ഇന്നലെ ഗ്രോസറി വാങ്ങിച്ചായിരുന്നോ? ഇല്ല, ഞാനൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതാരാ വാങ്ങിച്ചേ? എടി, ഇത് ദേവികയുടെ ഫോണല്ലേ? എവിടെ? മോളി നെട്ടിയോ? ആ, ഇത് അവളുടെ ഫോണാണല്ലോ. അമ്മ വിളിക്കുന്നു. ആരെങ്കിലും ഒന്ന് എടുക്ക്. ലൗഡ് സ്പീക്കർ. ഹലോ ആന്റി, ഇത് രാഹുല. രാഹുലായിരുന്നോ? മോനെ, അവളെന്തിയേ? ടൈമിൽ കോള് കാണാഞ്ഞോണ്ട് വിളിച്ചതാ. ആന്റി, അവള് പുറത്തു പോയാന്ന് തോന്നുന്നു. അവള് ഫോൺ എടുക്കാൻ മറന്നുപോയി. ഫോൺ എടുക്കാൻ മറന്നുപോയോ? അങ്ങനെ വരേണ്ടതല്ലോ. ഇന്നലെ രാത്രി വീട്ടിൽ വന്നപ്പോ വരെ വിളിച്ചായിരുന്നു, പിന്നെ കോളൊന്നും കണ്ടില്ല. അവള് വരുമ്പോ ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ പറയണേ. ഓക്കെ ആന്റി, വരുമ്പോ വിളിക്കാൻ പറയാം. ഓക്കെ അല്ലേ? ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നാ പറ്റത്തില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കാം. എടാ, നിനക്കെന്ത് പ്രാന്താണോ? ഇതിപ്പോ ഇവിടെ ഉള്ളവർക്കേ അറിയാവൂ. ഇനി ഇത് പോലീസുകാരെല്ലാം വിളിച്ച് ഇനി ഇതൊരു സീനാക്കണോ നിനക്ക് ഇവിടെ? അളിയെ വെറുതെ പോലീസിനെ വിളിച്ചിട്ട് വിഷയം ഉണ്ടാകല്ലോ കേട്ടോ. ഒന്നാമത് PCCക്ക് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. എടാ, വിളിക്കാണ്ട് വേറെ എന്ത് ചെയ്യാനാടാ? അവളുടെ ഫോൺ ഇവിടെ ഉണ്ട്, ഗ്രോസറി ഇവിടെ ഉണ്ട്, നമുക്കാണെങ്കിൽ അറിയൂല. പിന്നെ എന്ത് ചെയ്യാനാടാ? നമുക്ക് പ്രാക്ടിക്കലായി 2 കാര്യം ചെയ്യാവുള്ളൂ. ഒന്നുമില്ല, നമുക്ക് തന്നെ പുറത്തിറങ്ങി പോയി നോക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും പോലീസിൽ അറിയിക്കേണ്ടി വരും. എടാ, നമുക്ക് പോലീസിനെ വിളിക്കാടാ. എടാ, നമുക്കിപ്പോ എടുത്തിയാടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവളൊരു കൊച്ചു കുട്ടിയൊന്നുമല്ല, അവളൊരു വലിയ പെണ്ണ. അവൾ അവളുടേതായ ആവശ്യത്തിന് എവിടെയെങ്കിലും പോയതായിരിക്കും. നിങ്ങൾ കുറച്ച് നേരം കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യും, അവൾ വന്നോളും. എന്തായാലും ഇത്ര നേരം നോക്കിയില്ലേ? കുറച്ച് സമയം കൂടി നോക്കാം. വെറുതെ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കണ എന്തിനാ? എനിക്കാണെങ്കിൽ രാവിലെ കുറച്ച് പരിപാടിയുണ്ട്. ഇന്നലെ ആ വണ്ടി വാങ്ങിച്ചോണ്ട് അവിടെ ഇട്ടേക്കുന്നേ. അതിന്ന് ഉച്ചയ്ക്ക് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞേ. ഇപ്പം അതാ ഉച്ചയായി. എനിക്ക് ഇപ്പം എങ്കിലും പോയേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ പോവുക. നീ എന്നാ പോ. ആരും എങ്ങോട്ടും പോകുന്നില്ല. ഇവിടുത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ അവൻ്റെ പരിപാടി ഒരുത്തനും പോകണ്ട. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. ദേവികയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് ആരെങ്ങടാന്ന് വെച്ചാൽ പോക്കും. അതുവരെ എല്ലാവരും ഇവിടെ വേണം. അതിനിടയ്ക്ക് നീ ഏത് നിനക്കറിയോടാ? ആരാ? അയ്യോ, ബേസിലോ? ഏത് ബേസില്? ആ വാണത്തിനൊക്കെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ലാപ്പിന്റെ ചാർജർ എടുക്കാൻ മറന്നുപോയി, അത് തരാൻ വന്നു. ഇവര് അന്ന് കൊടുത്തൊന്നും പോരാ. വാൾമാർട്ടിൽ വെച്ച് ദേവിയുടെ തലമുണ്ടാക്കിയാലും. എടാ, ഇതാ രാഹുലിന്റെ വീടല്ലേ? നീ ആയിട്ട് വാൾമാർട്ടിൽ സീൻ പിടിച്ചേ? മൈലം തന്നെ. അവൻ ഇവിടെയാണോ താമസം? അത് ഇവനും അവന്മാരെല്ലാം ഇപ്പോൾ ഒരുമിച്ചല്ലേ. എന്തെങ്കിലും ആട്ടെ, നമുക്ക് സാധനം വേഗം കൊടുത്തിട്ട് പെട്ടെന്ന് പോകാം. അതിങ്ങ എടുത്തറ. നീ എന്താ ഈ സാധനം പോലെ ഒന്നും എടുത്തോണ്ടാവത്തെ? അത് ഞാൻ ഇന്നലെ പെട്ടെന്ന് ഇറങ്ങി വിട്ടുപോയി. നിന്റെ തന്ത അല്ലേ പെട്രോൾ അടിക്കുന്നത്? കൊണ്ടുപോ. മെലിൻ ചേട്ടനല്ലേ? അതെല്ലോ. ദേവി ചേച്ചി നിങ്ങളുടെ കൂടെ അല്ലേ പണിയെടുക്കുന്നത്? ദേവിക അറിയില്ല? അവിടുത്തെ കുഞ്ഞു ദേവിയുടെ അവളെന്നെ. മനസ്സിലായി. ചേച്ചി ഇന്നലെ ഇറങ്ങുമ്പോൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇതുവരെ വന്നിട്ടില്ല. നിങ്ങളങ്ങനെ ഇന്നലെ കണ്ടായിരുന്നോ? അറിയുന്നവരൊക്കെ ഉണ്ടല്ലോ, നീ ആരോട് വയ്ക്കടാ? നീ എന്തിനാ ഞങ്ങളോട് വയ്ക്കുന്നേ? അവള് ഇന്നലെ നമ്മുടെ മാത്യൂസിന്റെ ഇല്ലേ, അവനുമായി കുറച്ച് മാത്യൂസിന്റെ ആണെങ്കിൽ മാത്യൂസിനെ നീ വിളിക്കണം. എന്തായാലും മാത്യൂസിനെ നീ വിളിക്കണം. ബേസിലെ നീ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു. ഇനി ഈ മാതിരി കൊണയടിച്ചാ സീനിയറാന്ന് നോക്കത്തില്ല. വണ്ടി എടുത്ത് പോടാ. കാണടാ. വാ.